മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കഴിഞ്ഞ ദിവസം നടത്തിയ ഡൽഹി സന്ദർശനം അങ്ങേയറ്റം സംശയാസ്പദമാണെന്ന് സിപിഎം നേതാവും രാജ്യസഭാ എംപിയുമായ എ റഹീം. ഇതിനു പിന്നിൽ ബിജെപി കോൺഗ്രസ് ഒത്തുകളിയാണെന്നും അദ്ദേഹം ആരോപിച്ചു. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു റഹീം. ഇത് പാർട്ടിയെ വേട്ടയാടുന്നതാണ്. ചോദ്യം മനസ്സിലായി. ആ കുത്തിരിപ്പ് ചോദ്യം കയ്യിൽ വെച്ചിരുന്നാൽ മതി. ചോദ്യം പാർട്ടിക്കെതിരായിട്ടുള്ള പറഞ്ഞല്ലോ, ഇത് ചെങ്കൊടിയെ പ്രതിരോധിക്കലാണ്, പാർട്ടിയെ പ്രതിരോധിക്കലാണ്. പിണറായി വിജയൻ്റെ വീട്ടിലേക്ക് ഇല്ലാത്തൊരു കേസ്. എന്ത് കേസായത്? കേസിൻ്റെ മെരിറ്റ് മറ്റു വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകാത്തതാണ്. മാത്യു കുഴൽനാടൻ സുപ്രീം കോടതിയിലേക്ക് വന്നതല്ലേ, എടുത്ത് ദൂരെ എറിഞ്ഞില്ലേ? അതെ പറയട്ടെ, വെയിറ്റ് ചെയ്യൂ. ഇതെല്ലാം ഇതിൻ്റെ മുമ്പിൽ തന്നെയാണല്ലോ നടന്നത്. അപ്പോൾ എനിക്കറിയാം ഈ ചോദ്യങ്ങളെല്ലാം എവിടെ നിന്നുണ്ടാകുന്നുവെന്നും ഈ ചോദ്യങ്ങളെല്ലാം എന്തിലേക്ക് നീങ്ങുന്നുവെന്നും. അതെല്ലാം നല്ല ഒന്നാന്തരം കുത്തിത്തിരിപ്പ് ചോദ്യങ്ങളാണ്. ഇഡിയെ പേടിക്കുന്നില്ല, പിന്നേലെ നിങ്ങൾ 4-5 പേരുടെ കുത്തിത്തിരിപ്പ് ചോദ്യം കയ്യിൽ വെച്ചിരുന്നാൽ മതി. അതാ ഞാൻ പറഞ്ഞത്. ഇഡിയെ പേടിക്കുന്നില്ല, പിന്നെയല്ലേ ഭരണകൂടത്തെ പേടിക്കുന്നില്ല, പിന്നെയാണ് നിങ്ങൾ മാധ്യമങ്ങളല്ല, നിങ്ങൾ 1-2 പേരുടെ കുത്തിത്തിരിപ്പ് ചോദ്യം അതവിടെ നിൽക്കട്ടെ. അതാ പറഞ്ഞത്. നിങ്ങളുടെ ആ ചോദ്യത്തെ നിങ്ങളുടെ നിങ്ങളുടെ ഈ ചോദ്യത്തെ നിങ്ങൾ ഈ നിലയിൽ ചോദിക്കുന്നത് പിണറായിയുടെയും ഈ പാർട്ടിയുടെയും ചോര കാണാൻ ആഗ്രഹിക്കുന്നവരാണ്. അതിനെ ഞാൻ ഈ നിമിഷം വിശദീകരിക്കുന്നത്, അതിനോട് പ്രതികരിക്കുന്നത് ഈ നിമിഷത്തിലെ കുത്തിത്തിരിപ്പ് ചോദ്യമെന്നാണ്. ആ കുത്തിത്തിരിപ്പ് ചോദ്യം കയ്യിൽ വെച്ചാൽ മതി എന്നാണ് അതിൻ്റെ മറുപടി. പറയട്ടെ. പിന്നെ നിങ്ങളുടെ ഈ കുത്തിത്തിരിപ്പ് ചോദ്യമല്ല, അതിനും അപ്പുറത്തുള്ള നിങ്ങൾ സ്വയം അപഹാസ്യരാകരുത്. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത്, ഇന്ന് പുലർച്ചെ 6 മണി മുതൽ CPIMൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറുടെ വീട്ടിൽ, അതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ CPIMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ മന്ത്രിയുമായിരുന്ന സഖാവ് PM മുഹമ്മദ് റിയാസിൻ്റെ ഉമ്മയും ഉപ്പയും മാത്രമുള്ള വീട്ടിൽ ഒക്കെ റെയ്ഡ് എടുത്താണ്. ഈ റെയ്ഡിൻ്റെ മുമ്പിൽ ഞങ്ങളതിനെ പ്രതിരോധിക്കാൻ തെരുവിലിറങ്ങുന്ന ജനത്തിൻ്റെ മുമ്പിൽ നിന്ന് ദയവായി കുത്തിത്തിരിപ്പ് ചോദ്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ള ഒരു മര്യാദ ഈ നിമിഷം മാധ്യമങ്ങൾ പുലർത്തണം. അതാണ് എല്ലാവർക്കും നല്ലത്. അല്ല, അത് നിങ്ങൾ ചോദിക്കുന്നത് ഏഷ്യാനെറ്റിൻ്റെ ചോദ്യം വളരെ വ്യക്തമാണ്. നിങ്ങൾ കാണേണ്ടത്, ഇന്ന് പുലർച്ചെ 6 മണി മുതൽ ED തടവിൽ വെച്ചിരിക്കുന്നത് വീണ വിജയനെ അല്ല, ഞങ്ങളുടെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ സഖാവ് പിണറായി വിജയനെയാണ്. 2, ഈ നിമിഷം വരെ ED തടവിൽ വെച്ചിരിക്കുന്നത് വന്ധ്യവയോധികരായ PM മുഹമ്മദ് റിയാസിൻ്റെ ഉമ്മയെയും വാപ്പയാണ്. EDയുടെ കണ്ണിൻ്റെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന EDയുടെ ഈ വേട്ടയ്ക്ക് മുമ്പിൽ നിന്നുകൊണ്ട് ഇമാതിരി കുത്തിത്തിരിപ്പ് ചോദ്യങ്ങൾ ചോദിച്ചാൽ പൊന്നു സഹോദര, അതിന് അനൗചിത്യമെന്നല്ലാതെ അതിനപ്പുറത്തൊരു വാക്ക് ഈ സ്ക്രീനിൽ നിന്നുകൊണ്ട് ഇപ്പോൾ എനിക്ക് പറയാൻ തരമില്ല. അതുകൊണ്ടാണ് മാത്രമോ, അതിൻ്റെ പരിമിതി മനസ്സിലാക്കിയോ. പിന്നീടാണെങ്കിൽ നേരെ പറയാൻ നല്ല വാക്ക്. ശരി. അല്ല, ഇതിനകത്ത് ഇപ്പോൾ അതിനെ സംബന്ധിച്ച് മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇപ്പോഴത്തെ പോയിന്റിലെ പ്രശ്നം ബാലഗോപാൽ മനസ്സിലാക്കേണ്ടത് CPIMനെതിരായിട്ടുള്ള വേട്ടയാണത്. ഞങ്ങളുടെ നിലപാടതാണ്. കോൺഗ്രസും BJPയും തമ്മിലുള്ള ഒത്തുകളി ഇതിൻ്റെ പിന്നിലുണ്ട്. വി.ഡി. സതീശൻ്റെ ഇന്നലത്തെ ഡൽഹി സന്ദർശനം ഇതുമായി ബന്ധപ്പെട്ട് സംശയത്തിൽ വായിക്കേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ഞങ്ങൾ ഇപ്പോൾ പറയുന്ന പൊളിറ്റിക്കൽ പോയിന്റ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾ തെരുവിലിറങ്ങും. ഇതിനെതിരെ അതിശക്തമായ ജനകീയ പ്രതിഷേധം ജനങ്ങളെയാകെ അണിനിരത്തി, ജനങ്ങളെയാകെ വിശ്വാസത്തിലെടുത്ത്, ജനങ്ങളോട് കാര്യങ്ങൾ വിശദീകരിച്ച് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും. വളരെ വലിയൊരു ആരോപണമാണ് പറഞ്ഞത്. കാരണം എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയെയും ധനകാര്യമന്ത്രിയെയും വി.ഡി. സതീശനും മുഖ്യമന്ത്രി കണ്ടത് ഈ റെയ്ഡിന് വേണ്ടിയിട്ടാണ്. വലിയൊരു ഗുരുതര ആരോപണമാണ് താങ്കൾ ഉന്നയിച്ചിരിക്കുന്നത്. അല്ല, അതിനെക്കുറിച്ച് പറയാം. അതിൻ്റെ അദ്ദേഹം പറയട്ടെ. ഇപ്പോൾ വി.ഡി. സതീശൻ, ഞാൻ 3 കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. കോൺഗ്രസ് ഡൽഹിയിലും കേരളത്തിലും ഉൾപ്പെടെ, അല്ലെങ്കിൽ BJP വിരുദ്ധ സംസ്ഥാനങ്ങളിൽ പാർട്ടികൾക്ക് നേരെ ഇഡിക്ക് വേണ്ടി കെണിയൊരുക്കുന്ന, അല്ലെങ്കിൽ EDയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന, അതെല്ലായ്പ്പോഴും അങ്ങനെയാണ്. ഭരണകൂടത്തിനൊപ്പം ചേർന്ന് അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസ് കേരളത്തിലെമ്പാടും പ്രവർത്തിച്ചത് അതുപോലെ തന്നെയാണ്. അപ്പോൾ ശക്തമായി ED എടുക്കുന്ന, ഡൽഹിയിൽ ഉൾപ്പെടെ എടുത്തൊരു രാഷ്ട്രീയ നിലപാടുണ്ട്. ഞാൻ ചരിത്രപരമായി അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞല്ലോ. 2, അതോടൊപ്പം തന്നെ കേരളത്തിൽ വരുമ്പോഴെല്ലാം രാഹുൽ ഗാന്ധി ചോദിച്ചുകൊണ്ടിരുന്നത് ED എവിടെ, പിണറായിയുടെ വീട്ടിൽ ED കയറാത്തതെന്നാണ്. അദ്ദേഹം കയറിയല്ലോ. അപ്പോൾ ഇത്രയും കാലം രാഹുൽ കാത്തിരുന്ന EDയാണ് ഇപ്പോൾ വന്ന് കയറിയത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്നലെ ഈ കഴിഞ്ഞ കാലങ്ങളെല്ലാം സഖാവ് പിണറായി ഡൽഹിയിൽ വരുമ്പോൾ എന്തായിരുന്നു ആരോപണം? കോൺഗ്രസ് നടത്തിയ ആരോപണം എന്തായിരുന്നു? അങ്ങനെയാണെങ്കിൽ ഈ ആരോപണത്തിന് അദ്ദേഹം മറുപടി പറയേണ്ടത്. അപ്പോൾ കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നൊരു കാര്യം, പരസ്യമായി രാഹുൽ ഗാന്ധി തന്നെ ആവശ്യപ്പെട്ടിരുന്നൊരു കാര്യം, അത് കൂടുതൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ വി.ഡി. സതീശൻ ഡൽഹിയിലെത്തിയത്.